ഈ സിങ്കിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് രണ്ട് രീതിയിൽ തിരിഞ്ഞു. അതിൽ പലരും പറയുന്നത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എർഗണോമിക്കലി കറക്റ്റായിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഓൾസോ ഇതിനെക്കുറിച്ച് ജെന്യുവനായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതിയാവും. സോ ലെറ്റ്സ് സി. ഇതാണ് പലരും ചെയ്തു വരുന്നത്. സോ ജസ്റ്റ് പടവ് കെട്ടി അതിൻ്റെ മേലേക്ക് ഒരു സ്ലാബ് വാർക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു സാധനമാണ്. ഇതുപോലെ പടവ് കെട്ടി നേരെ സ്ലാബ് വാർക്കാണ്. മിനിമം നമ്മളിവിടെ ഒരു ബീമെങ്കിലും വാർക്കണം. സോ ഇതുപോലെയെങ്കിലും മിനിമം ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഉള്ളിലേക്ക് കാല് കയറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ ഒരു ഗ്യാപ്പാണ് രണ്ടാമത്തെ പ്രശ്നം. ഇതിൽ ആദ്യത്തെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. കാരണം 8 ഇഞ്ച് വീതിയാണ് നമ്മൾ ഈ പടവുള്ളത്. ഈ 8 ഇഞ്ച് വീതിയിൽ നമുക്ക് 4 ഇഞ്ച് വരെ മാക്സിമം നമുക്ക് ഷാംഫർ ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ 4 ഇഞ്ച് വരെ നമ്മൾ ഷാംഫർ ചെയ്ത് കൊടുത്ത് ഇതുപോലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലുള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രശ്നം ഈ ഒരു ബീമാണ്. ലെറ്റ്സ് നമുക്ക് ഈ ഒരു ബീമും നമ്മൾ ഷാംഫർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. ബീമും നമ്മൾ ഏകദേശം പകുതിയിലധികം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു സിങ്ക് കൊടുക്കാം. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. നമ്മൾ കാലുള്ളിലേക്ക് കയറ്റി വെച്ചു, ഇവിടെ ഗ്യാപ്പ് കുറവാണ്, നമുക്ക് പാത്രം കഴുകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീമാണ് കട്ട് ചെയ്യുന്നത്. ഈ രണ്ട് ബീമില്ലാതെ ഈ ഒരു സ്ട്രക്ചർ ഒരു രീതിയിലും സ്റ്റേബിളല്ല, ഒട്ടും പ്രാക്ടിക്കലല്ല നമുക്കിങ്ങനെ ചെയ്യുന്നതിൽ. സോ അതിന് നമ്മൾ രണ്ട് സൈഡിൽ ഇതുപോലെ സപ്പോർട്ട് കൊടുക്കണം. ഈ രണ്ട് സൈഡിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ രണ്ട് ബീമും ഇവിടെ ടീ ആയിട്ടാണ് നിൽക്കുന്നത് ആൻഡ് ഈ ഒരു സ്ലാബ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും കൂടെ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് കെട്ടിയിട്ട് അതിൻ്റെ മേലെ സ്ലാബ് ആക്കിക്കൂടാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബീമിൻ്റെ ആവശ്യമില്ല. 3 ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് പിടുത്തുണ്ട്. ഇവിടെ ബീമിൻ്റെ ആവശ്യമില്ല. ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ തറ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫ്ലോറിങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്റ്റോറേജ് നമുക്ക് കിട്ടി. പിന്നെ സിങ്ക് വെക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, കാല് വെക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. തൊട്ടടുത്ത് തന്നെ നമ്മൾ സിങ്കായി. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ എല്ലാ രീതിയിലും എല്ലാ കിച്ചണിലും കാണുന്ന പോലെ തന്നെ സിങ്ക് നമ്മൾ കട്ട് ഔട്ട് ചെയ്തിട്ട് സിങ്ക് പ്ലേസ് ചെയ്യുന്ന പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ രീതിയിൽ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അവിടെ സ്ഥലപരിമിതി ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്ഥലപരിമിതി ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റില്ല. സോ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എർഗണോമിക്കലി കറക്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ഉണ്ടാവാനുമില്ല. ഇനിയും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എനിക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ.